കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിരുന്ന് കൊണ്ട് ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. 23-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു. ചില ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗമായിരുന്നു. ആമേൻ. എന്നാൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ഒരു തീരുമാനത്തിലേക്ക് ദാവീദ് വരുവാനിടയായി. സ്തോത്രം. കാരണം 22-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി വേദനകൾ കൂടെയൊക്കെ ദാവീദ് കടന്നുപോയി. സ്തോത്രം. ആമേൻ. ദാവീദ് എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് ഈ ദൈവത്തെ മുറുകെ പിടിച്ചു. സ്തോത്രം. ഈ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് വേദന കുറയത്തില്ല, വേദന കൂടും. ആമേൻ. എത്രത്തോളം നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുമോ, എത്രത്തോളം നമ്മൾ ദൈവത്തെ ആരാധിക്കുമോ, എത്രത്തോളം നമ്മൾ ദൈവത്തെ സേവിക്കുമോ, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുമോ, കർത്താവിൻ്റെ വേല നമ്മൾ ചെയ്യുമോ, അത്രത്തോളം അതിൻ്റെ 10 മടങ്ങ് കഷ്ടത ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും പുറത്തുനിന്ന് വരുന്നതല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ ദാവീദിന് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷെ നോക്കൂ, 22-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പേടിച്ചു പോകും. ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാമത്തെ വാക്യം നോക്കിയേ: കഷ്ടം അടുത്തിരിക്കുകയാൽ എന്നെ വിട്ട് ആമേൻ അകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. കണ്ടോ? ആമേൻ. എന്നെ വിട്ട് എന്ത് ചെയ്യരുത്? അകന്നിരിക്കരുത്. കാരണം കഷ്ടത അടുത്തിരിക്കുക. അപ്പോൾ ദാവീദ് അത്രയും കൊടും ശോധനയിൽ കൂടെയൊക്കെ ദാവീദ് കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ. എത്ര വേദനകളും കഷ്ടങ്ങളും എത്ര പേര് നമ്മെ സഹായിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞാലും അതെല്ലാം മാറിപ്പോകും കേട്ടോ. എത്ര പേര് നമ്മെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് എത്ര പേര് നമ്മോട് പറഞ്ഞാലും ദൈവം ആമേൻ ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. പക്ഷേ മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ അത് മാറിപ്പോകും. ദാവീദിൻ്റെ കൂടെ ഒത്തിരി ജനമുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട്. പക്ഷേ അവരൊന്നും ദാവീദിനെ സഹായിച്ചില്ല. അതാ ഇവിടെ 22-ാം വാക്യം ആമേൻ അധ്യായം പറയുന്നത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ആമേൻ. സ്തോത്രം. അപ്പോൾ ദാവീദ് വ്യക്തികളെ കാണുന്നത് നായ്ക്കൾ ഒരു കൂട്ടമായി എന്നെ ചുറ്റി വളഞ്ഞിരിക്കുക. അപ്പോൾ മനുഷ്യനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? നായെപ്പോലെ, പട്ടിയെപ്പോലെ. അത്ര ക്രൂരന്മാരായി തീർന്നു. ആമേൻ. ഒരു രാജാവെന്ന് പോലും നോക്കാതെ, അല്ലെങ്കിൽ ഒരു അഭിഷക്തനെന്ന് പോലും നോക്കാതെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദാവീദിനെ ഉപദ്രവിച്ചു. സ്തോത്രം. ആമേൻ. താൻ സ്നേഹിച്ചവരാണ് ഈ ഉപദ്രവിക്കുന്നതെല്ലാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, നമുക്ക് നേരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ ശത്രു അഴിച്ചുവിട്ടാലും ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. എൻ്റെ യേശുപ്പച്ചൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ പറയാമോ, നമ്മുടെ ഇടയനാരാ? ഈ ലോകമാണോ? നമ്മുടെ ഇടയനാരാ? സ്നേഹിതന്മാരാണോ? നമ്മുടെ ഇടയനാരാ? നമ്മുടെ ഇടയൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. നമ്മെ ചേറ്റിൽ നിന്ന് വീണ്ടെടുത്തവനാ നമ്മുടെ ഇടയൻ. അതാണ് പാട്ടുകാരൻ പല പ്രാവശ്യം ആവർത്തിച്ച് പാടുന്നത്. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ മാറ്റല്ലയോ ഭവിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ
എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചേറ്റിൽ കിടന്ന ദാവീദിനെ കഴുകിയെടുത്ത് തൻ്റെ നാവിൽ പുത്തൻ പാട്ടും കൊടുത്ത് തന്നെ ഒരു അഭിഷക്തനാക്കി നിർത്തിയപ്പോഴും, ഒരു രാജാവാക്കി നിർത്തിയപ്പോഴും ദാവീദ് പറയുന്നത് എന്നറിയാമോ? എന്നെ എൻ്റെ അടുത്ത് നിന്ന് ചെയ്ത് മാറിപ്പോകരുത്, സഹായിപ്പാൻ ആരുമില്ല. ആരും സഹായിപ്പാനില്ലാത്തൊരു ഘട്ടം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ലാത്ത, നമ്മൾ സഹായിച്ചവർ വരെ നമുക്ക് നേരെ തിരിയുമ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സഹായം നമ്മുടെ നേരെ വരാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സമയമായെന്ന്. നോക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദാവീദ് സഞ്ചരിപ്പാൻ തുടങ്ങിയപ്പോൾ പ്രശ്നത്തിൻ്റെ ഒരു വലിയ കൂമ്പാരം തന്നെ ദാവീദിൻ്റെ മേൽ വന്നു. എന്നാൽ 21-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. കണ്ടോ, ജീവനെ അപേക്ഷിച്ചപ്പോൾ ദൈവം കൊടുത്തത് എന്തെന്നറിയാമോ? എന്നേക്കുമുള്ള ദീർഘമായ ഒരു ആയുസ്. സ്തോത്രം. ആര് തന്നതാ? ദൈവം തന്നതാ. അതിനെ തകർക്കാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നൽകിയ ആയുസ് എന്നറിയാമോ? ദീർഘായുസ്. ഇന്ന് എത്ര പേര് ഫൈറ്റ് ചെയ്താലും ദൈവം തന്ന ആയുസ്സിനെ എടുക്കാൻ ശത്രുവിനോ മനുഷ്യനോ കഴിയത്തില്ല. അതിവിടെ ഉറപ്പിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതുമാത്രവുമല്ല, നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലുതാകുന്നു. മഹത്വം വലുത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എന്തണിയിച്ചു? മഹത്വം വലിയത്, മാനവും തേജസ്സും. ആമേൻ. നീ അവനെ എന്ത് ചെയ്തു? അണിയിച്ചു. ആമേൻ. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയിലേക്ക് അവനെ കൊണ്ടുവന്നു. നോക്കിക്കേ, ദൈവം ജീവനെ മാത്രമല്ല നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കേട്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, മനുഷ്യൻ പറയുന്നത് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. നീയും ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുമെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെയോ ആലോചന കൈമാറുന്നു. നിന്നെ പരിഹസിച്ചൊരു നടുവിൽ ദൈവം നിന്നെ ഒരു ഉന്നതനാക്കുമെന്ന് ഇന്ന് പകൽക്കാലം ആലോചന പറയുക. നോക്കിക്കേ, 27-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ആഗ്രഹം ദൈവത്തിൽ വയ്ക്കുക. ആമേൻ. ഒരു ആഗ്രഹം, ഒരു അപേക്ഷ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവസന്നിധിയിൽ നാം എന്താണോ കഴിഞ്ഞ നാൾക്കളിൽ വച്ചിരിക്കുന്നത്, അത് ഈ ദിവസങ്ങളിൽ കണ്ടുപിടിച്ച് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, യോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ, യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമേൻ, അവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിനോട് ദൈവം ഇടപെടുകയാണ്. ആമേൻ. ആമേൻ. നോക്കിക്കേ,
കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആമേൻ മുൻപിലോട്ട് വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മുൻപിലോട്ട് കാൽച്ചോട് വച്ചിരിക്കുന്ന യോബിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളും ചില പോരുകളും ദുഷ്ടന്മാരുടെ ആമേൻ ആ ഒരു നീക്കങ്ങളും അത് ശക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ആമേൻ. നമുക്കറിയാം ഒത്തിരി ആമേൻ വേദന അനുഭവിച്ച ഒരു മനുഷ്യനാണ് യോബ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കൂട്ടായ്മകളെ തടഞ്ഞ് കൂട്ടായ്മകളെ ഇല്ലാതാക്കുന്ന പോരുകളെ നോക്കി കണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവജനം ആലയത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ മുഴങ്കാൽ മടക്കേണ്ടത് ഏറെ അത്യാവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ആലോചന പറയുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിന് കൃപയിൽ പൊതിയണം. ഈ ദിവസം ഞങ്ങളെ കർത്താവ് മാനിക്കണം. ഈ മെയ് 26 ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പിന്നെ സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.